പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സദ്യകളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു തൊടുകറിയാണ് ഇഞ്ചിക്കറി. ഇഞ്ചിക്കറി ഉണ്ടെങ്കിൽ മറ്റു കറികളൊന്നും വേണ്ടെന്നാണ് പഴമക്കാർ പറയുന്നത്. പലരും പല രീതിയിലാണ് ഇഞ്ചിക്കറി തയ്യാറാക്കുന്നത്. ഞാൻ എങ്ങനെയാണ് ഇഞ്ചിക്കറി തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. കനം കുറഞ്ഞരിഞ്ഞ ഇഞ്ചി വെളിച്ചെണ്ണയിലിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്ത് മൂപ്പിച്ചെടുക്കണം. ഫ്രൈ പാനിലാണെങ്കിൽ അധികം വെളിച്ചെണ്ണ ഒന്നും വേണ്ട. ഒരു സ്പൂൺ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് ഈ ഇഞ്ചിയെല്ലാം നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചിയെല്ലാം നല്ലതുപോലെ മൂത്ത് വന്നതിന് ശേഷം അതിനെ ഒന്ന് നമുക്ക് കോരി മാറ്റാം. ഇഞ്ചിയെല്ലാം കോരി മാറ്റിയതിന് ശേഷം ആ വെളിച്ചെണ്ണയിൽ തന്നെ ഒരു 3-4 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു 3-4 പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞത് അതുകൂടി ഒന്ന് വറുത്ത് കോരാം. ഇഞ്ചിക്കറിയിൽ ചെറിയ ഉള്ളി അധികമാരും ചേർക്കാറില്ല, ഞാൻ ചേർക്കാറുണ്ട്. ഇതെനിക്ക് എൻ്റെ ഒരു മാമി പറഞ്ഞു തന്നതാണ്. കാരണം ആ ഇഞ്ചി മാത്രമാകുമ്പോൾ ആ ഇഞ്ചിയുടെ ഒരു കാറലുണ്ടല്ലോ, അതൊക്കെ നല്ല മുന്തി നിൽക്കും. ഇതാകുമ്പോൾ ഇഞ്ചിക്കറിയുടെ ടേസ്റ്റുമുണ്ട്, ആ കാറലൊന്ന് മാറിക്കിട്ടും. അതിന് വേണ്ടിയാണ് ഒരു 3-4 ഒരുപാടൊന്നും വേണ്ട, ഒരു 3-4 ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായി ഒന്ന് അരിഞ്ഞ് നമുക്കൊന്ന് എണ്ണയിൽ വറുത്ത് കോരാം. ഇഞ്ചിക്കറിക്ക് ആവശ്യമായ പൊടികളൊന്ന് മൂപ്പിച്ചെടുക്കുക. ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ ഉലുവാപ്പൊടി, ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം. പൊടിയെല്ലാം നല്ലതുപോലെ വറുത്തതിന് ശേഷം നേരത്തെ വറുത്ത് കോരി വെച്ചിരുന്ന ഇഞ്ചിയും ചെറിയ ഉള്ളിയും പച്ചമുളകും ഈ പൊടികളെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ട് അല്പം പുളിവെള്ളം കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ആട്ടിയെടുക്കാം. ഇനി ഇഞ്ചിക്കറി തയ്യാറാക്കാം. ഒരു ചട്ടി വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ കടുകിട്ട് പൊട്ടിയതിന് ശേഷം ഒരു 2-3 ചെറിയ ഉള്ളി അരിഞ്ഞത്, 2-3 വറ്റൽ മുളക്, കറിവേപ്പില, ഇതെല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതെല്ലാം നല്ലതുപോലെ മൂത്ത് വന്നതിന് ശേഷം നേരത്തെ ആട്ടി വെച്ചേക്കുന്ന അരപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഞാനിടുന്ന വീഡിയോകൾ തുടർന്നും കാണണം. എല്ലാ കൂട്ടുകാരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ആട്ടി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് പുളി നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചേക്കണം. ആ പുളിവെള്ളവും കൂടി നന്നായി പിഴിഞ്ഞ് ആ പുളിവെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഇളക്കണം. അരപ്പും പുളിവെള്ളവും എല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ തിളപ്പിക്കണം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പിന്നെ ഇതിലേക്ക് ഒരു കഷ്ണം ശർക്കര കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഇവിടെ ശർക്കര വെള്ളമാണ് അല്പം ഒഴിച്ചു കൊടുക്കുന്നത്. ശർക്കര ഇല്ലെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ തിളപ്പിച്ച് വറ്റിക്കണം.
ഇഞ്ചിക്കറി ഒരു തൊടുകറിയാണ്. അതുകൊണ്ട് ആ വെള്ളമെല്ലാം നല്ലതുപോലെ തിളപ്പിച്ച് വറ്റിക്കണം. കുറുകി വരുമ്പോഴാണ് ആ ഇഞ്ചിക്കറിയുടെ ടേസ്റ്റ്. ഇതുപോലെ എല്ലാവരും ഇഞ്ചിക്കറി തയ്യാറാക്കാൻ നോക്കണം. ടേസ്റ്റിയായ ഇഞ്ചിക്കറിയാണ്, എല്ലാവർക്കും ഇഷ്ടമാകും. ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യണം. ഓണത്തിന് എല്ലാ കൂട്ടുകാരും ഇതുപോലെ ഇഞ്ചിക്കറി ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാകും. താങ്ക്സ് ഫോർ വാച്ചിങ്.